പെട്ടെന്ന് കുറച്ച് പോക്കറ്റ് മണി ആവശ്യം വരുമ്പോൾ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ, അതുപോലെ ഒരു രീതിയിലുള്ള വരുമാനം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റും നൽകാതെ, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും നൽകാതെ നമുക്ക് ഉടനടി വായ്പ ലഭ്യമാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസ്. ഈ ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ചെറിയ തുക മാത്രമല്ല, നമ്മൾ ആദ്യമേ എടുത്ത തുക നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ വരെയുള്ള തുക ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ, ഇൻകം പ്രൂഫോ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റോ നൽകാതെ നമുക്ക് ലഭ്യമാകും. ഇതിനോടകം തന്നെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഈ വായ്പയുടെ ലെവൽ 1 ലോൺ ഞാൻ നിങ്ങളെ എടുത്തു കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ലെവൽ 6 ലോണാണ് എടുത്തു കാണിക്കുന്നത്. ലെവൽ 6 ലോണിൽ ലെവൽ 1 ലോണിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് നമുക്ക് വായ്പാ തുകയായിട്ട് ലഭിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ രീതിയിലുള്ള അംഗീകാരത്തോടും പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനാണ് ഈ ട്രൂ ബാലൻസ്. ഈ ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ പോകാതെ എൻ്റെ ഈ ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുവാനും വായ്പ എടുക്കാനും സഹായിക്കും. ഇതുപോലുള്ള അനേകം വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. എൻ്റെ പേര് ക്ലിൻസ് രാജ് പണിവളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് ട്രൂ ബാലൻസ് എന്ന ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റിഫർ ആൻഡ് ലോൺ, പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ്, DTH. അത് നമുക്ക് വേണ്ട. നിങ്ങൾക്ക് കാണാൻ ലോൺ ത്രൂ RBI ലൈസൻസ്ഡ് NBFC, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നാണ് വായ്പ ലഭ്യമാകുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആപ്ലിക്കേഷൻ മുഖേന ഏത് കമ്പനിയാണ് നമുക്ക് വായ്പ ലഭ്യമാക്കുന്നത് ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കാൻ സാധിക്കുന്നത്. ഈ കമ്പനികളെല്ലാം RBI രജിസ്റ്റേർഡ് ആണ്. നമുക്ക് സേഫ് ആയിട്ട് എടുക്കുവാൻ സാധിക്കും. ആദ്യത്താണ് ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഗ്രോ മണി ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻക്രെഡ് ഫിനാൻസ്, പിന്നെ നമുക്കറിയാം മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്. ഇതുപോലുള്ള ഫേമസ് കമ്പനികളാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് വായ്പ ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പലരും, അത് ഞാൻ ഉൾപ്പെടെ നിരവധി പേര് വായ്പ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെയിൻ സ്ക്രീനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാഷ് ലോൺ 5,000 to 1 lakh, അതായത് 5,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ഹൗ മച്ച് മണി ഡു യു നീഡ്, നമുക്ക് 5,000-ന് മുകളിലുള്ള ഒരു എമൗണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കുന്നത്. 5,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള ഒരു എമൗണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 2.4%. പിന്നെ തിരിച്ചടവ് കാലാവധി 6 മാസവും 3 മാസവും നമുക്ക് ലഭിക്കും. എന്നാൽ ഈ വായ്പ നമുക്ക് ലഭ്യമാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻകം പ്രൂഫ്, അതുപോലെ തന്നെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയവ എല്ലാം കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് ഈ വായ്പ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ എടുത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോവാണ്. നമുക്ക് ഒരു രീതിയിലുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റോ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകാതെ ലഭിക്കുന്ന ലോണാണ് ലെവലപ്പ് ലോൺ. ഇവിടെ ഇപ്പോൾ നിലവിൽ 1,000 രൂപ മുതൽ 15,000 രൂപ എന്നാണ് പറയുന്നത്. എന്നാൽ 1 ലക്ഷം രൂപ വരെ നമ്മൾ എടുത്ത വായ്പ കൃത്യമായിട്ട് അടച്ചാൽ നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ലെവൽ 6 5,605 രൂപയാണ് എനിക്കുള്ളത്. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം ലെവൽ 7 അവിടെ 6,500 ലെവൽ 8 10,000, പിന്നെ ലെവൽ 9 20,000, ലെവൽ 10 50,000, ലെവൽ 11 ആണ് നമുക്ക് 1 ലക്ഷം രൂപ വരെ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഗെറ്റ് ദിസ് ലോൺ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ലെവൽ 6 5,605 രൂപ മാത്രമേ നമുക്ക് ലോൺ ഓഫർ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെറ്റ് ദിസ് ലോൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ 5,605-നുള്ളിലുള്ള ഒരു തുക നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഫുൾ എമൗണ്ട് തന്നെ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റീപേയ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. 3 മാസമാണ് തിരിച്ചടവ് കാലാവധി. മെയ് 1, ജൂൺ 2, ജൂലൈ 3, ഇങ്ങനെ 3 തവണയാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി നമുക്കുന്നത്. അപ്പോൾ ഹയർ ലോൺ എമൗണ്ട് കിട്ടുവാണെങ്കിൽ തിരിച്ചടവ് കാലാവധി നമുക്ക് കൂടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് ഈ ലോൺ എടുക്കുന്നതാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ബിസിനസ് എന്ന് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ മാരീഡ് ആണോ, മാരീഡ് കൊടുക്കുക. ബാച്ചലർ ഡിഗ്രി ആണോ, അതെന്തോ ആണോ നിങ്ങൾ അത് കൊടുക്കുക. നിങ്ങൾക്ക് വാട്ട് ഈസ് യുവർ ഹൗസിംഗ് ടൈപ്പ്, നിങ്ങൾ ഓൺ ആണെങ്കിൽ ഓൺ എന്ന് കൊടുക്കുക. റിലേറ്റീവ്സ് ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ സാലറിഡ് ആണോ, സാലറി ആണെങ്കിൽ സാലറിഡ് എന്ന് കൊടുക്കുക. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് എന്ന് കൊടുക്കുക. സ്റ്റുഡൻറ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, ഹൗസ് വൈഫ് ആണെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സാലറിഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. പിന്നെ റെഗുലർ എംപ്ലോയി ആണോ, കോൺട്രാക്ച്വൽ എംപ്ലോയി ആണോ, അത് ഫ്രീലാൻസർ ആണോ എന്ന് ചോദിക്കുന്നത്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഹൗ ലോങ് യു ഹാവ് ബിൻ വർക്കിംഗ്, എത്ര വർഷമായി നിങ്ങൾ ജോലി ചെയ്യുന്നു, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത്രയും ഇയർ 1 to 2 years, 3 to 5 years, ഓവർ 10 years, നിങ്ങൾ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ കമ്പനി ഓർ ഷോപ്പ്. ഇപ്പം ഞാൻ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് ആദ്യമേ വായ്പ എടുത്തപ്പം തന്നെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ്. ഇൻ വാട്ട് ഫീൽഡ് ആർ യു വർക്കിംഗ്, നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ഇവിടെ നിരവധി ഫീൽഡ് ഉണ്ട്. നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ജോബ് എന്തുവാണ് അത് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ഈ ലോൺ കിട്ടും. അതിന് ശേഷം നമ്മൾ താഴെ ടിക്ക് ചെയ്യണം. അതിന് ശേഷം വെൻ ഡിഡ് യു റിസീവർ മന്ത്ലി ഇൻകം, അത് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പുള്ള വായ്പ എടുത്തപ്പോൾ. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങൾ എപ്പോഴാണ് കൊടുക്കേണ്ടത്.
പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് ക്യാഷ് വരുന്നത്, ബാങ്ക് അക്കൗണ്ട് ആണോ, ചെക്ക് ആയിട്ടാണോ, ക്യാഷ് ആയിട്ടാണോ, ബൈ ഹാൻഡ് ആണോ? അപ്പോൾ നിങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സെലക്ട് ചെയ്ത് അതിന് ശേഷം ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ലോൺ ബിഫോർ, ഇതിന് മുമ്പ് നിങ്ങൾ ലോൺ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ യെസ് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഇമെയിൽ ID വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓൾറെഡി നമ്മളൊരു മെയിൽ ID ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുക്കും. ഇവാലുവേറ്റ് മൈ ലോൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അതിന് ശേഷം ഇപ്പോൾ ഇവിടെ കാണാം യുവർ ലോൺ ഈസ് അണ്ടർ ഇവാലുവേഷൻ, വി റിസീവ് യുവർ ലോൺ ആപ്ലിക്കേഷൻ, പ്ലീസ് വെയിറ്റ് ഫോർ എ വൈൽ എന്ന് കാണിച്ചിട്ടുണ്ട്. നോട്ടിഫൈ മീ വെൻ ഇറ്റ്സ് അപ്രൂവ്ഡ്, അതായത് കുറച്ച് ടൈം എടുക്കും ഇത് ഇവർ അപ്രൂവ് ചെയ്യാൻ വേണ്ടി. ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. ഹയർ ലെവലിലേക്ക് ഞാൻ ആദ്യം എടുത്ത ലോൺ എമൗണ്ട് കൃത്യമായി തിരിച്ചടച്ചപ്പോഴാണ് എനിക്കൊരു ഹയർ ലോൺ എമൗണ്ട് ഇവർ തന്നത്. ഓക്കെ, ഇപ്പോൾ അത് ഇവാലുവേഷനിലാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്യാം. നോട്ടിഫൈ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തതിന് ഉടൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കൺഗ്രാജുലേഷൻസ് യുവർ ലോൺ ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. സി ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. സി ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണാം യുവർ ലോൺ ഈസ് അപ്രൂവ്ഡ്, റിസീവ് നൗ എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം കാണാം. നമുക്ക് ലോൺ തരുന്നത് ട്രൂ ക്രെഡിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ സ്ഥാപനം തന്നെ, ഈ ആപ്ലിക്കേഷൻ തന്നെയാണ് എനിക്ക് ലോൺ തരുന്നത്. മറ്റൊരു NBFC അല്ല, ഈ ആപ്ലിക്കേഷൻ NBFC തന്നെയാണ്. ഒക്കെ താഴെ ഞാൻ ടിക്ക് ചെയ്ത് എന്നിട്ട് അക്സെപ്റ്റ് ദിസ് ഓഫർ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ബൈ ചെക്കിംഗ് യു അഗ്രി ടു അവർ സാങ്ഷൻ ലെറ്റർ ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഫോർ ഡിസ്പേഴ്സൽ ഓഫ് ദ ലോൺ. ഓക്കെ, നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്രൂവ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ദിസ് ഓഫർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ബാങ്കിൻ്റെ IFSCയും എൻ്റെ പേര് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിസീവ് മണി എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം മുമ്പത്തെ പേജിലേക്ക് തന്നെ പോയി സെൻഡിങ് ടു യുവർ അക്കൗണ്ട്, എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുകയെന്നാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം കൺഗ്രാജുലേഷൻസ് യുവർ ലോൺ ഡിസ്ബേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. എൻ്റെ ലോൺ അവർ സക്സസ്ഫുള്ളി ഡിസ്ബേസ്ഡ് ആയിട്ടുണ്ടെന്ന്. ഇനി ഇത് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. അത് അങ്ങനെ ചെയ്തപ്പം തന്നെ പുതിയൊരു പേജിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ ലോൺ റീപേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. 5600 രൂപ ഞാൻ എടുത്തപ്പോൾ തിരിച്ചടക്കേണ്ടത് 1890 രൂപ. ഇച്ചിരി എമൗണ്ട് അല്ലെങ്കിൽ ഇച്ചിരി പലിശ കൂടുതലാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പലിശ കൂടുതലാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ എഗ്രിമെൻ്റ് ഒന്ന് സൈൻ ചെയ്തിട്ടില്ല. എഗ്രിമെൻ്റ് ഈ OTP എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നമ്മളിവിടെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ലെവലപ്പ് ലോണാണ്. ഇതിന് നമ്മൾ ഒരു രീതിയിലുള്ള പ്രൂഫോ ഡോക്യുമെൻറ്റ്സ് ഒന്നും നൽകണ്ട. ഇനി ഇത് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയോ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അവർ പറഞ്ഞ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചടക്കേണ്ടത് 6890 രൂപയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ വായ്പ എടുക്കാവുള്ളൂ. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുത്തിട്ട് എങ്ങനെ തിരിച്ചടയ്ക്കാം എന്നൊരു വീഡിയോ ഞാൻ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവർ ഈ വായ്പ അത് നമ്മുടെ സിബിൽ സ്കോർ നോക്കും. അതുപോലെ തന്നെ നമ്മളുടെ വരുമാനമോ മറ്റ് കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല. നമ്മുടെ സിബിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നൽകിയ ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇമെയിൽ ID, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ഇതെല്ലാമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിനോടകം തന്നെ ഞാൻ ആദ്യമേ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് രണ്ടാമത് എനിക്ക് കൊടുക്കേണ്ടി വരാഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഈ എടുത്ത വായ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി നൽകുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ